മീനച്ചിലാറിലെ മാലിന്യങ്ങൾ നീക്കി സന്നദ്ധ പ്രവർത്തകർ. ഈരാറ്റുപേട്ട ടൗണിലെ തെക്കേക്കര കോസ്വേക്ക് സമീപത്തെ ആറ്റിലെ മാലിന്യങ്ങളാണ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും മുനിസിപ്പൽ ജീവനക്കാരും ചേർന്ന് വലിയൊരളവോളം നീക്കിയത്. 3 മണിക്കൂർ നേരത്തെ കഠിനാധ്വാനത്തിനു ശേഷവും മാലിന്യങ്ങൾ ഇനിയും അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ, ശുചീകരണ പദ്ധതി കൺവീനർ ഹസീബ് വെളിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ടീം റെസ്ക്യൂ ഫോഴ്സ്, നന്മക്കൂട്ടം, വാക്കേഴ്സ് ക്ലബ്ബ്, മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളികൾ, കൗൺസിലർമാർ, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ പ്രക്രിയയിൽ പങ്കാളികളായി. മീനച്ചിലാറ്റിലേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കാനും വിവിധ തോടുകളിലൂടെ മാലിന്യങ്ങൾ ഒഴുകിയെത്താതിരിക്കുന്നതിനും ആവശ്യമായ കർശന നടപടികളിലേക്ക് നഗരസഭ നീങ്ങുകയാണെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ഈരാറ്റുപേട്ടയിലെ മിക്ക സന്നദ്ധ പ്രവർത്തകരും മീനച്ചിലാറ്റിലാണ്. ഞങ്ങളിപ്പോൾ മീനച്ചിലാറ്റിലാണുള്ളത്. നമ്മുടെ മൊഹീദ്ദീൻ പള്ളിക്ക് സമീപമുള്ള കോസ്വേ പാലത്തിൻ്റെ താഴ്ഭാഗം മുതൽ ചെക്ക് ഡാമിൻ്റെ ഇടയിലുള്ള ഈ പ്രദേശത്ത് സത്യത്തിൽ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ കണ്ടാൽ വളരെ ശോചനീയാവസ്ഥയാണ്. ഈ ആറിൻ്റെ 2 സൈഡിലുമുള്ള കെട്ടിടങ്ങളിൽ നിന്നും വരുന്ന താമസക്കാർ ആറ്റിലേക്ക് നിർദാക്ഷിണ്യം അവരുപയോഗിക്കുന്ന ഭക്ഷണ മാലിന്യങ്ങളും മനുഷ്യവിസർജ്യ മാലിന്യങ്ങളും ആറ്റിലേക്ക് ഡയറക്റ്റ് വലിച്ചെറിയുകയാണ്. അതുപോലെ തന്നെ തെക്കേക്കര ഭാഗത്തുള്ള 2 തോടുകൾ, ചിറപ്പാറ തോടും എരപ്പാങ്കുഴി തോടും, ആ തോടിൻ്റെ പ്രദേശത്ത് നിന്ന് വരുന്ന മാലിന്യങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ട അല്ലാതെ വേറെ ഒരു നാട്ടിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയേറെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് പുതിയൊരു കാഴ്ചയല്ല ഈരാറ്റുപേട്ടയിൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉള്ള ഒരു പ്രതിഭാസമാണ്. പക്ഷേ ആളുകൾ താമസം കൂടി വരുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് താമസിക്കുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്കും അതിന് ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കൂടിക്കൂടി വരികയാണ്. നഗരസഭയെ സംബന്ധിച്ചത് എല്ലാ വർഷവും ഈ നാട്ടിലെ നല്ല സുമനസ്സുകളായ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകൾ, അത് ടീം എമർജൻസി ആണെങ്കിലും ടീം നന്മക്കൂട്ടമാണെങ്കിലും റെസ്ക്യൂ ഫോഴ്സ് ആണെങ്കിലും വാക്കേഴ്സ് ക്ലബ്ബ് ആണെങ്കിലും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തകരുമൊക്കെ എത്രയോ നന്മ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഈ ആറ്റിലിറങ്ങി ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഭക്ഷണ മാലിന്യവും മനുഷ്യവിസർജ്ജ മാലിന്യങ്ങളും വാരുകയാണിപ്പോൾ. നമ്മുടെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ ഉണ്ട് ഇവിടെ ഈ ക്ലീനിങ് ജോലികൾക്ക് വേണ്ടി. അപ്പോൾ നമുക്കിനി ഇത് ആവർത്തിച്ചുകൂടാ. വരുന്ന വർഷം മുതൽ അതിന് ഒരു പരിഹാരം, സുസ്ഥിരമായ ശാശ്വതമായ ഒരു പരിഹാരം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നഗരസഭ നടപടിയിലേക്ക് പോവാണ്. അതിലും ദയനീയമായൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇത്രയും മലിനമായ ഈ വെള്ളത്തിൽ നിന്നും ഈ പ്രദേശത്ത് ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വളരെ വേസ്റ്റ് ആയിട്ടുള്ള, നോക്കാൻ പോലും അറപ്പുളവാക്കുന്ന രീതിയിലേക്ക് കെട്ടിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ നിന്നും അവർ ഫുട്ബോൾ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചെടുക്കുകയാണ്. അവരുടെ ഉപയോഗത്തിന് വേണ്ടി, കുളിക്കാനും മറ്റ് പെരുമാറ്റത്തിനൊക്കെ വേണ്ടി വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രദേശത്തുള്ള നമ്മുടെ ഇവിടെയുള്ള ലഘുഭക്ഷണശാലകളിൽ പോലും ഇത് എത്തുന്നോ, ഈ മലിനമായ വെള്ളം എത്തുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പം അത്രയും ഒരു സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ, യാതൊരു മുൻകരുതലും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് തടഞ്ഞേ പറ്റുള്ളൂ. അതിന് നഗരസഭ കൃത്യമായ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടെന്ന് വെച്ചാൽ ഈ കെട്ടിടങ്ങളുടെ ഉടമകൾ അവർ കൃത്യമായി ഇനി ശ്രദ്ധിക്കുക. ആ നിലയിൽ അവർക്ക് കൃത്യമായി നോട്ടീസ് കൊടുക്കുക, അവരെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ നിശ്ചയമായും കർശനമായ നടപടിയിലേക്ക് നഗരസഭ കടന്നു പോകുമെന്ന് ഈ അവസ്ഥ അറിയിക്കുകയാണ്. അവരുടെ ബിൽഡിങ്ങിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുകയും ആ റൂമുകൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിയിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. കാരണം ഇതിവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവൻ്റെ ഒരു പ്രാധാന്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കണം. ഇനി ഇത്തരത്തിൽ ഒരു ക്ലീനിങ് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ ഒരു പ്രദേശത്താണ്, ഈ മീനച്ചിലാറിൻ്റെ ഈ ഭാഗത്തുള്ള ഏരിയയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണം. ഇവിടെ നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ എത്രയോ പള്ളി കമ്മിറ്റികളുണ്ട്, മഹല്ല് ഭാരവാഹികളുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എന്ന് വേണ്ട കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ചേർന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ഒരു അറുതി വരുത്തേണ്ടതായിട്ടുണ്ട്. നഗരസഭയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, സ്റ്റേഡിയവും പാർക്കും ബസ് സ്റ്റാൻഡും ഒക്കെ വരാനുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഈ പറയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു മാലിന്യമുക്ത നഗരമാക്കി ഈരാറ്റുപേട്ടയെ മാറുന്നതിനുള്ള ക്യാമ്പയിൻ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടർന്ന് എല്ലാ വീടുകളിലേക്കും എല്ലാ വാർഡുകളിലേക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ക്യാമ്പയിൻ കടന്നു വരും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും
സഹകരണം ഉണ്ടാവണം. ലോഡ്ജ് ഉടമകളൊക്കെ എന്ന് പറഞ്ഞാൽ വാടക വിൽക്കുകയാണ്. ഫുള്ള് ടീം റെസ്ക്യൂ ബോയ്സ് ആയതുകൊണ്ട് സ്ട്രോങ് ആണ്. കുറച്ചുകൂടെ ക്രമീകരണം മുനിസിപ്പാലിറ്റി ചെയ്യണമായിരുന്നു. തട്ടിക്കോ ഒന്നൂടെ അളവ് കുറച്ച് നമുക്ക് എന്താണ് സംഭവം അവിടെ താഴ്ച കൂടുതലാ.